ഹലോ ഗൈസ്, ഇന്നൊരു അടിപൊളി പോർക്കറിയുടെ റെസിപ്പിയാണ് പറയുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കാം, അറിയില്ലാത്തവർക്കും ഉണ്ടാക്കാം, അത്ര ഈസി ആട്ടോ. അപ്പോൾ നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കിയ പോർക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടിയും കൂടെ നന്നായിട്ട് ചൂടാക്കുക. അല്ലെങ്കിൽ പച്ചമണം വരാണ്ടിരിക്കാനാണ് കേട്ടോ നമ്മൾ ചൂടാക്കിയതിന് ശേഷം ചേർക്കണേ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട്, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നില്ല, കാരണം ഓൾറെഡി ചട്ടി ചൂടായിട്ടല്ലേ ഇരിക്കണേ. അപ്പോൾ എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളവും കൂടിയുള്ള ആ പൊടിയുടെ മിക്സാണ് നമ്മൾ ഈ പന്നിയിലേക്ക് ചേർക്കണേ. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വേണം ഇളക്കാൻ. അതിനുശേഷം അത് നന്നായിട്ട് വേവിക്കാൻ വയ്ക്കുക. അപ്പം ഞാൻ വേവിക്കാൻ നേരത്തെ കുക്കറിലല്ല കേട്ടോ വെച്ചത്. പിന്നെ ഇതിന് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം എണ്ണ തിളയ്ക്കുകയാണ്. അതിനകത്ത് കടുക് പൊട്ടിച്ചിട്ട് വറ്റൽമുളകും ഇട്ടു. പിന്നെ ചെറിയുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും അതേപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നന്നായിട്ടിരുന്ന് മൂക്കട്ടെ. അപ്പോൾ ചിലവർ ഇതുണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് തേങ്ങാക്കൊത്തൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അതൊക്കെ ഓപ്ഷനിലാണ്, നമ്മുടെ ഇഷ്ടമാണേ. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നന്നായിട്ട് വഴണ്ട് വരണം, ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ വരണം. ആ പച്ചമണം അതിൻ്റെ പോണം. അപ്പോൾ ഇതിന് നടുക്ക് എണ്ണ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കണ്ടാവില്ല. അവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും, മീറ്റ് മസാലയാണ് ഇട്ടത്, അതുപോലെ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഓൾറെഡി പോർക്ക് വേവിക്കാൻ നേരത്തെ ഉപ്പ് ഇട്ടായിരുന്നു. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പോർക്ക് കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പോർക്ക് കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.